വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി ഇന്ന് നമ്മുടെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ജനം ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറും ഒപ്പം തന്നെ ഉദയ സമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ മേധാവിയും അതിലുപരി ഒരു സജീവ BJP നേതാവും. നമുക്കറിയാം നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച് വലിയ രീതിയിൽ തന്നെ BJPയെ മുന്നോട്ട് കുതിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ സർ, പ്ലീസ് കം. ഒരുപക്ഷെ BJP അനന്തപുരിയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്, താമരപ്പാടം അങ്ങനെ തന്നെ വേണം പറയാൻ. 50 സീറ്റുകളിലേക്ക് BJP എത്തുകയാണ്. ആദ്യം എന്താ തോന്നുന്നത്? ഒരു പ്രതീക്ഷിച്ച ഒന്നാണ്, പക്ഷേ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചതായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കാണ് ആദ്യം നമുക്ക് നന്ദി പറയാൻ. ഈ മാറ്റം കൊണ്ടുവന്നവർക്ക് ഒരു ജനം ടി വിയുടെ പേരിൽ നന്ദി. ഇതിലേക്ക് പ്രവർത്തിച്ച ജനം ടി വിയും ജന്മഭൂമിയൊക്കെ അല്ല എല്ലാ പ്രവർത്തകർക്കും എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രാവശ്യം അതിനോടൊക്കെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് യു ഓൾസോ. അതിൻ്റെ ഒരു റിസൾട്ടാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിലൂടെ നമ്മളൊരു നല്ലൊരു സ്റ്റേറ്റ് പ്രസിഡന്റ് വന്ന് അദ്ദേഹം വളരെ രാവും പകലും ഇല്ലാതെ നടന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ കിട്ടേണ്ടതിൽ നിന്നും കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു മാറ്റം അദ്ദേഹം പറഞ്ഞതുപോലെ ഇനിയൊരു മാറ്റത്തിൻ്റെ ദിവസങ്ങളാണ്. അനന്തപുരിയുടെ മാറ്റത്തിൽ ജനം ടി വിയുടെ ഫാമിലിയിൽ എല്ലാവരും കാണുന്ന പ്രേക്ഷകരെയൊക്കെ വളരെ നന്ദിയുണ്ട്. ഈ വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വരുന്ന ദിവസങ്ങളെല്ലാം ഇനിയൊരു മാറ്റത്തിൻ്റെതായിരിക്കും. അത് അനന്തപുരിയിൽ നിന്ന് ആയിരിക്കണം. ഇവൻ സ്വർണ്ണ കള്ളക്കടത്തായാലും പല കാര്യങ്ങളും ജനം ടി വിയാണ് അത് മുന്നിൽ കൊണ്ടുവന്നതും ജനങ്ങളെ അവരെല്ലാം അവയർനെസ് ആക്കി ആ മാറ്റത്തിന് ഒരു സാധ്യത കൊണ്ടുവന്നു. അതിലേക്ക് ഇടതും വലതും മതിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടതും വലതും മതിയായി. കോട്ടകളിലൊക്കെ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ നഗരത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നാൽ BJPയെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. നിരവധി പഞ്ചായത്തുകളിലേക്ക് നമ്മുടെ ഭരണം എത്താൻ പോകുകയാണ്. നേരത്തെ 2 പഞ്ചായത്തിൽ ഒതുങ്ങി നിന്നെടുത്ത് ഇപ്പോൾ 6-ലധികം പഞ്ചായത്തുകളിലേക്ക് ഭരണം പിടിക്കുമെന്ന അവസ്ഥയുണ്ട്. പ്രധാന പ്രതിപക്ഷമാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ വലിയ വളർച്ച ഇപ്പോൾ അമിത്ഷാ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞു പോയതുപോലെ 25% വോട്ട് വിഹിതം BJPയിൽ നിന്ന് കേരള BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരുപക്ഷെ അത് മറികടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ വോട്ട് വിഹിതം വർദ്ധിക്കാൻ ഇടയുണ്ട് സംസ്ഥാനത്ത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇടതും വലതും എന്ന് പറയുന്നത് എപ്പോഴും കള്ളം പറയുന്നതിലായിരുന്നു മത്സരങ്ങൾ. അവരെല്ലാം കള്ളം പറയുന്നതിലൊക്കെ ഉസ്താദായിരുന്നു, ജനങ്ങളെ പറ്റിക്കുന്നതിലൊക്കെ. എന്നിട്ട് സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നതൊക്കെ. ഇനിയുള്ള ഇത് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഈ പ്രവർത്തനത്തിലൂടെ നമ്മളെ വരുന്ന അസംബ്ലിയിലേക്കുള്ള മാറ്റങ്ങളാണ് നമ്മളുടെ ലക്ഷ്യം. രാജീവ്ജി ഇപ്പോഴത്തെ പുതിയ നമ്മളുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെയാണ് മിഷൻ 26. അതിലേക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതിന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ജനം ടി വിയുടെ എല്ലാ പ്രവർത്തകരും കൂടെ ഉണ്ടാവും. അതുപോലെ ജനം ടി വി മുന്നോട്ട് വെച്ച അജണ്ടകൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറയുന്നത് മുനമ്പമാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും ജനം ടി വി ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവുന്നു? പ്രത്യേകിച്ച് അനന്തപുരിയിൽ ദേശീയ ശക്തികൾ വിജയിക്കുമ്പോൾ ജനം ടി വി എന്തുകൊണ്ട്? തീർച്ചയായും നമ്മളല്ലാതെ പിന്നെ ആരും. എല്ലാ ചാനലും നെഗറ്റീവ് ആയിരുന്നു. എല്ലാം രാജ്യവിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളും പല ചാനലുകളും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും അവർക്ക് ജനങ്ങളെ പറ്റിക്കുന്നതിനും കള്ളം പറയുന്നതിനും അല്ല, സത്യസന്ധമായിട്ടുള്ള ന്യൂസും എല്ലാൻ്റെ പ്രവർത്തനമാണ് ജനം ടി വി ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായിട്ടുള്ള. അതിൻ്റെ ഒരു ഫലം കൂടെയാണ് ഇത്. കള്ളങ്ങളൊന്നും കൂടുതൽ ദിവസമൊന്നും നിലനിൽക്കില്ല. സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ മാറുന്ന രാഷ്ട്രീയം. ചേച്ചി ചോദിച്ചതുപോലെ മുനമ്പം ഒപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് കോട്ടയത്തൊക്കെ വലിയ മുന്നേറ്റം NDAക്ക് നടത്താനായിട്ടുണ്ട്. അപ്പോൾ BJPയെ നയിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ കൂടി അതെങ്ങനെ വിലയിരുത്താം? ജനമനസ്സുകളിലേക്ക് വളരെ കൃത്യമായി BJP കടന്നു കയറുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. അല്ല, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കള്ളം പറയുന്നതിന് അവരെല്ലാം വലിയ ഉസ്താദായിരുന്നു. ഈ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളെല്ലാം ഹിന്ദു വിരുദ്ധമാണ്, BJPക്ക് എതിരാണ്, BJP വന്നാൽ ഇതെല്ലാം ഇല്ലാതാവും, അവർ ഉപദ്രവിക്കും. ആ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലുമായിട്ട് ഇപ്പം കാൻഡിഡേറ്റ് ആയിട്ട് നമ്മളുടെ ഇതിൽ ഉണ്ടായിരുന്നത്. ഇൻക്ലൂഡിങ് 2000-ലധികം പേരുണ്ടായിരുന്നു, കൂടുതലും ഉണ്ടായിരുന്നു. നമ്മൾ പൊഴിയൂരിലൊരു കോളേജ് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷം
ഒരു ചർച്ചിലെ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആണ്. നല്ലതായിട്ടൊക്കെ വോട്ട് പിടിച്ചു, നല്ലതായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. മാറ്റങ്ങൾ ജനങ്ങളിൽ മനസ്സിലായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മാറ്റമാണ് എന്ന് നമ്മുടെ ജനസഭകൾ നടന്ന സ്ഥലത്തൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നുകൊണ്ട് നിങ്ങളേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ജനസഭ നടത്തേണ്ട സിറ്റുവേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും പ്രത്യേകിച്ച് അനിലിൻ്റെ കൂടെയൊക്കെ വഴക്ക് പറഞ്ഞ് ജനലിലൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെയാണ് റെഡി ആയിട്ടൊക്കെ പോയിട്ട് ജനസഭയൊക്കെ നടത്തിയത്. ജനങ്ങൾക്ക് ഒരുപാട് തീർച്ചയായും സാറിന്റെ ഒരു അനുഭവത്തോടു കൂടി അനന്തപുരിയിൽ ഈ ഒരു മഹാവിജയം, അതിന്റെ ഒരു ചെറിയ ആഘോഷം, ബിനിച്ചേട്ടാ ഒരു ചെറിയ ആഘോഷം ഒന്ന് നമ്മൾ ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ്. ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനന്തപുരിയിലെ ദേശീയ സഖ്യത്തിന്റെ വലിയ വിജയം അത് ഞങ്ങളും ആഘോഷിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയതയും സാംസ്കാരികയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ചെറിയ മധുരം. ഇതിന് പ്രത്യേകിച്ചിട്ടുണ്ട്. നല്ലൊരു ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടായിരുന്നു. അതെ അതെ, നല്ലൊരു ഇന്റർവ്യൂ. അനന്തപുരിയിലെ വികസന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സന്തോഷം ഇതൊരു തുടക്കമാവട്ടെ. ജനം TVയുടെ ഈ ഒരു ഫ്ലോറിൽ ഞങ്ങൾ വീണ്ടും പറയുന്നു, CPM-ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം CPM-ന് കൈവിട്ടു. CPM-ന്റെ കണ്ണൂർ ജില്ലാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം CPM-ന് കൈവിട്ടു. പക്ഷേ ജനം TV സ്ഥിതി ചെയ്യുന്ന ഈ ആസ്ഥാനം ഇവിടെ BJP ആണ് ജയിച്ചത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നു. വളരെ നന്ദി സർ, ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം ചെലവിട്ടത്. ഇതൊരു തുടക്കമാവട്ടെ. താങ്ക് യു.